ക്ഷേത്രങ്ങളിലെ ക്രമക്കേടിൽ CBI അന്വേഷണവും ഓഡിറ്റും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. BHP-യാണ് കോടതിയെ സമീപിച്ചത്. SIT-യിലുള്ള 2 ഉദ്യോഗസ്ഥർ ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്നവരാണെന്നും BHP ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇൻസ്പെക്ടർമാരായ ബിജു രാധാകൃഷ്ണൻ, അനീഷ് എന്നിവർക്കെതിരെയാണ് ആരോപണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, BHP-യുടെ ഹർജി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ. സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ ക്ഷേത്രങ്ങളിൽ ക്രമക്കേട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിലവിൽ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട 2 ഉദ്യോഗസ്ഥർ നേരത്തെ ദേവസ്വം വിജിലൻസിൽ ജോലി ചെയ്തിരുന്നവരാണ്. ഇൻസ്പെക്ടർമാരായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ, അനീഷ് എന്നിവർ ആണ് നേരത്തെ ദേവസ്വം വിജിലൻസിൽ ജോലി ചെയ്തിട്ടുള്ളവർ. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ അന്വേഷണം സുതാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CBI-യുടെ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി BHP-യുടെ ഹർജിയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് CBI-യുടെ അന്വേഷണമാണ് ഏറെ പ്രസക്തമായിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിലവിൽ മുൻപ് ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് അവരുടെ അന്വേഷണം അത് കൃത്യവും നിഷ്പക്ഷവുമായിരിക്കില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് BHP ഉന്നയിച്ചിട്ടുള്ളത്. എന്നാലും നിലവിൽ ഇന്ന് ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുകയും CBI-യുടെ അടക്കം ഇക്കാര്യത്തിൽ മറുപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ദിവസത്തേക്ക് ഈ ഹർജി വീണ്ടും പരിഗണിക്കും. എന്തായാലും നിലവിൽ ഈ ഓഡിറ്റ് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ CBI-യുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം മറ്റൊരു ഹർജി വന്നിരുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവസ്വം, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ കൂടൽമാണിക്യം ക്ഷേത്രം, മലബാർ ദേവസ്വം ബോർഡ്, ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണം, വെള്ളി, രത്നങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ കണക്കുകൾ കൃത്യമായിട്ട് നിലവിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് അവയിൽ ഓഡിറ്റ് നടത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. CAG-യുടെ ഓഡിറ്റ് തന്നെ ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് BHP ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും CBI-യുടെ അന്വേഷണം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ദേവസ്വങ്ങളുടെ ക്രമക്കേട് കണ്ടെത്താനായിട്ട് ഓഡിറ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് BHP ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നീലിമ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രഭൂമികൾ അത് അന്യാധീനപ്പെട്ടു പോയതും അത് മറ്റുള്ളവർ കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ തന്നെ വിട്ടിരിക്കുന്നതാണ്. അത് മാത്രവുമല്ല, വിവിധ ദേവസ്വങ്ങൾ, പ്രത്യേകിച്ച് മലബാർ ദേവസ്വത്തിലൊക്കെ ആണെങ്കിലും ചന്ദനം ഉൾപ്പെടെ മോഷ്ടിക്കപ്പെട്ട സാഹചര്യം. രേഷ്മ, ഈ ക്ഷേത്രങ്ങളുടെ ക്രമക്കേടിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നത് ഈ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ ഉയർന്നു വന്ന ഒരു ആവശ്യമാണ്. കാരണം ഇവിടെ ദേവസ്വത്തിന്റെ ജീവനക്കാരാണ്, ഈ സർക്കാർ നിയോഗിക്കുന്ന ഭാരവാഹികളാണ് ഈ പ്രതിപട്ടികയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യതയാർന്ന സ്വതന്ത്രമായ ഒരു അന്വേഷണം സാധ്യമാകണമെങ്കിൽ CBI തന്നെ വരണം എന്നുള്ള ഒരു ആവശ്യം ആദ്യമേ ഉയർന്നതാണ്. ഇപ്പോൾ BHP വളരെ ആധികാരികമായി, ഔദ്യോഗികമായി ഈ ആവശ്യം ഉന്നയിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. കോടതി ഈ ഹർജിയിൽ എന്ത് നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? നിലമ സ്വാഭാവികമായിട്ട് ഒരു ഹർജി വരുന്ന സമയത്ത് പ്രാഥമികമായിട്ട് ഹൈക്കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ മറുപടി ആവശ്യപ്പെടും. അത് തന്നെയാണ് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും എതിർകക്ഷികൾ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരുണ്ട്, CBI ഉണ്ട്, വിവിധ ദേവസ്വം ബോർഡുകളുണ്ട്, CAG ഉണ്ട്. ഇവർക്കൊക്കെ തന്നെ ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഇതിൽ മറുപടി നൽകുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തും നിന്നും തീരുമാനം ഉണ്ടാകുക. നേരത്തെ നിയമം സൂചിപ്പിച്ച പോലെ തന്നെ SIT-ക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ആരോപണവും വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് SIT ഉൾപ്പെട്ട വ്യക്തികൾ, അതായത് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് മുൻപ് ദേവസ്വം വിജിലൻസിൽ ജോലി ചെയ്തിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ കൃത്യതയായിരുന്ന ഒരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കാനാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിഷ്പക്ഷ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസിയെ തന്നെ അന്വേഷണം ഏൽപ്പിക്കണം, അല്ലെങ്കിൽ കേസ് കൈമാറണം എന്നുള്ളതാണ്
VSP ഉന്നയിച്ചിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അത് മാത്രമല്ല വിവിധ ദേവസ്വം ബോർഡുകൾ അവിടങ്ങളിൽ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം. അത് മാത്രമല്ല പലയിടങ്ങളിലും കൃത്യമായിട്ട് കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. വർഷങ്ങളായിട്ട് ഈ കണക്കെടുപ്പ് നടത്താതെ വിവിധ ദേവസ്വങ്ങൾ ഈ സ്വത്തുവകകളൊക്കെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവയൊക്കെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ തന്നെ അന്യാധീനപ്പെടാനും മറ്റുള്ളവർ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ഓഡിറ്റ് വേണമെന്നുള്ളത് തന്നെയാണ് ഹർജിയിൽ VSP മറ്റൊരാവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും CAG അടക്കമാണ് ഈ എതിർകക്ഷിയായിട്ട് ഈ ഹർജിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടക്കം മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്കാണ് ഹൈക്കോടതി കടക്കുക. എന്തായാലും CBI അന്വേഷണം മാത്രമല്ല, അതിൽ കൃത്യമായിട്ട് എന്തുകൊണ്ട് CBI വരണം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു കാരണം കൂടി VSP ബോധിപ്പിച്ചിട്ടുണ്ട്. അതായത് മുൻ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ SIT അംഗമായ സ്ഥിതിക്ക് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം. അതുകൂടാതെ തന്നെ വിവിധ ദേവസ്വങ്ങളിൽ ഓഡിറ്റ് കൃത്യമായിട്ട് നടത്തണമെന്നുള്ളൊരു ആവശ്യവും ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നീലിമ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രേഷ്മ ബാബു പങ്കുവച്ചത്.